ഹലോ നമസ്കാരം. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. ഓണത്തിന് ഉണ്ടാക്കുന്ന ഓലൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം. കുമ്പളങ്ങയും പയറും വെച്ചിട്ടുള്ള ഓലൻ. ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ പോവാണ്. റെഡി ആയിട്ട് നിൽക്കുകയാണ്. മുടിയൊന്നും കൊഴിയാതിരിക്കാൻ വേണ്ടി ഞാനൊരു ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഈ ഓലൻ ഉണ്ടാക്കിയിട്ട് ഓണം അടിച്ചു പൊളിക്കും. ഇപ്പോൾ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിൽ ഏറ്റവും പ്രധാനിയായ ഓലനാണ്. വെള്ള ഓലൻ. ഓലൻ രണ്ട് തരത്തിലുണ്ട്. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഓലനുണ്ട്, വെള്ള ഓലനുണ്ട്. നമ്മൾ വെള്ള ഓലൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇത് ശരിക്കും ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു, ഒരു തരം രുചികളും വരാത്തൊരു കറിയാണ്. അതായത് നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് മടുക്കുമ്പോൾ ഈ ഓലൻ ഇടയ്ക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നാവിന് രുചി തിരിച്ചു വരുമെന്ന് പഴമക്കാർ പറയാറുള്ളൊരു കറിയാണ്. അതിൽ ഞാൻ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ ഓലന് നുറുക്കുന്നത് പോലെ നേരിയ പീസാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. പയറ് കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ്: പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വളരെ കനം കുറച്ച് അരിഞ്ഞത്, ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, തേങ്ങാപ്പാൽ, കുറച്ച് വെള്ളം. ഇനി ഞാനിത് ഈ കുമ്പളങ്ങ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക കേട്ടോ, അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, ഉള്ളി, കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി അങ്ങ് തിരുമ്മ. കൈകൊണ്ട് തിരുമ്മുന്നതാണ് ഉചിതം. ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. എന്നിട്ട് അതിലേക്ക് നാളികേരപ്പാൽ കുറച്ച് എടുത്തതിൽ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ആ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെന്നില്ല, അത് വെള്ളത്തിൽ വേവിച്ചാലും മതി. ആവശ്യത്തിന് വെള്ളമെടുത്ത്, അധികം വേവില്ല, അതുകൊണ്ട് തന്നെ അത്രയധികം വെള്ളത്തിൻ്റെ ആവശ്യവും വരില്ല. ഇത് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുന്നു. കുമ്പളങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ട് ഒന്ന് ഈ കയ്യിലിൻ്റെ ഇതുകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കാരണം ഒന്ന് നമ്മൾ പയറ് ഇട്ടിടുമ്പോൾ ഒന്ന് യോജിച്ച് വരണം, അല്ലെങ്കിൽ വേറെ വേറെ നിൽക്കും. അതുകൊണ്ട് ഒന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇത് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പയറ് ചേർക്കാം. അധികം പയറ് ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് അവിടെ ഇവിടെ മാത്രം പയറ് മതി. ഇത് അത്യാവശ്യം വറ്റിക്കഴിയുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു ഞാൻ കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഓലനിലേക്ക് അധികം ഉപ്പ് ആവശ്യമില്ല, ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അധികം ആവശ്യമില്ല. ഈ വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർക്കാവുന്നതാണ്. വെള്ളം എല്ലാം വറ്റി ഞാനിതിലേക്ക് തമ്പാൽ ഒഴിക്കാൻ പോവാണ്. തൻപാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒന്ന് ചൂടായി, നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഉപ്പൊക്കെ കൃത്യമായിട്ട് നോക്കാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കുക. 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി ഇങ്ങനെ വളരെ കനം കുറച്ച് അരിഞ്ഞതിന് മീതെ ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും സ്വാദിഷ്ടമാവാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ തൂവിക്കൊടുക്കുക. നമ്മുടെ ഓലൻ, സദ്യ ഓലൻ റെഡിയായി. നമ്മുടെ ഓലൻ റെഡിയായി. സദ്യയിലുണ്ടാക്കുന്ന അടിപൊളി ഓലൻ ഇതവിടെ. ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കട്ടിംഗ് ബോർഡ് എപ്പോഴും മരത്തിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ ആണ് ഉപയോഗിക്കാറ്. രണ്ടും നമുക്ക് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല.
മരത്തിൻ്റെ ആണെങ്കിൽ ചെറിയ ചെറിയ പൊടികൾ നമ്മൾ അരിയുമ്പോൾ അതിനോടുകൂടി നമ്മുടെ വയറ്റിലെത്താൻ ഇടയുണ്ട്. പ്ലാസ്റ്റിക് ആണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ടൈറ്റാനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയൊക്കെ കട്ടിംഗ് ബോർഡ് വരുന്നുണ്ട്. അത് ഉപയോഗിക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും സദ്യ ഉണ്ടാക്കി, പ്രത്യേകിച്ചും ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഓലൻ ഉണ്ടാക്കി എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കും.